ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ നാരായൺപേട്ട് കോട്ടൺ സാരീസാണ്, മേഴ്സറൈസ്ഡ് കോട്ടൺ സാരീസാണ്. ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ കുഞ്ഞ് ബോർഡർ വരുന്നതും ഉണ്ട്, ഇത്തിരി ബ്രോഡായിട്ടുള്ള ബോർഡർ വരുന്നതും ഉണ്ട് കേട്ടോ. രണ്ട് ഡിഫറെൻറ്റ് റേറ്റ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇത് നമുക്ക് ഒരു കുട്ടി ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ അത് സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും മെയിൻ അട്രാക്ഷൻ അത്രയും കംഫർട്ടബിളാണ്. നമുക്ക് ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഉടുത്തൊരു ഫീലേ ഇല്ല. ഭയങ്കര കൂളായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. നല്ല കംഫർട്ടബിളാണ്, അതാണ് മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇതിൻ്റെ ആ ഒരു കളർ, ആ ഒരു മേഴ്സറൈസ്ഡ് കോട്ടൺ വരുമ്പോൾ ഒരു പ്രത്യേക ഫാബ്രിക്കാണ്, ഭയങ്കര സോഫ്റ്റ് ഫീലാണ്. അതേപോലെ ഈ കോൺട്രാസ്റ്റ് വരുന്ന ബോർഡേഴ്സ്, അത് ചെറിയ ബോർഡർ ആണെങ്കിലും വലിയ ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞ് ബോർഡർ ഉള്ളതാണ്. ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്സ് ബോർഡർ വരുന്ന സാരീസ് ഇന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ഹോൾഡ് ചെയ്ത് വെക്കില്ല. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇതാണ് നല്ലൊരു, കണ്ടോ, ഇതേപോലത്തെ ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ്. ബോർഡേഴ്സ് ഇതേപോലെ വരും. നല്ല ആ ഒരു ബോർഡറിൻ്റെ ഡീറ്റെയിലിംഗ് തന്നെ സൂപ്പർബാണ്. വീവിങ്, കുഞ്ഞ് ടെമ്പിൾ, പിന്നെ ഇവിടെ കുഞ്ഞ് ഫ്ലോറൽ, പിന്നെ ഈ തിൻ ബോർഡർ ഭയങ്കര ഭംഗിയാണ്. കോൺട്രാസ്റ്റ് ഇതേപോലെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും. എപ്പോഴും നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് വേഗം അവൈലബിലിറ്റി പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് പല്ലു, കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് റണ്ണിങ് ആയിട്ടാണ് വരിക കേട്ടോ. ഇതേപോലെ സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ബോർഡറും വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ സാരി. 1250 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അടുത്തതാ അതേപോലെ നേരത്തെ കണ്ട പോലെ തന്നെ സ്മോൾ ബോർഡേഴ്സായിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഒരു മജന്ത, പിങ്ക്, റെഡൊക്കെ മിക്സായ പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഉടുക്കാനും ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. കേട്ടോ, നമ്പർ 2 ആണ്. പ്യുവർ ഒതൻറ്റിക് ആയിട്ടുള്ള നാരായൺപേട്ട് സാരീസാണ്. ഇതിൻ്റെയും ഇഷ്ടം പോലെ റിപ്ലിക്കാസ് വേറെ മെറ്റീരിയലിൽ ഇതേപോലെ ബോർഡേഴ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഒറിജിനലാണ് കേട്ടോ, നാരായൺപേട്ട് കോട്ടൺ. ഇതേപോലെ അതിൻ്റെ ബോർഡർ വീവിങ് വരുന്നത്. നല്ല സിമ്പിളാണ്, അതേസമയം എലഗൻ്റ് ആണ്. പല്ലു ഇതേപോലെ നല്ല ഭംഗിയാട്ടോ. ആ ഒരു കോൺട്രാസ്റ്റ് കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ബ്ലൗസ് ഈ സാരിയുടെ അതേ റണ്ണിങ് തന്നെ. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഗ്രീൻ കളറിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിൻറ്റഡ് ബ്ലൗസ് പീസിൻ്റെ ഒക്കെ കൂടെ, കുറേ പേര് കലംകാരിയുടെ ഒക്കെ കൂടെ, ഇക്കട്ടിൻ്റെ കൂടെ, അങ്ങനെ അജ്രക്കിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്ത് കാണാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. നമ്പർ 2 ആണ്. ഈ സ്മോൾ ബോർഡറിൻ്റെയൊക്കെ റേറ്റ് 1250. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. കുറച്ച് പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെ ബ്ലൂ, കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ്. നമ്പർ 3 ആണ്. ബോർഡേഴ്സ് ഇതേപോലെ. ആ ബോർഡേഴ്സിൻ്റെ ഭംഗി ഒന്ന് എടുത്ത് പറയേണ്ടതാണ്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇത് നമുക്ക് കലങ്കാരി, അജ്രക്, ഇക്കട്ട് എന്നൊക്കെ പറയുന്ന പോലെ നാരായൺപേട്ട്, അതൊരു ഒതൻറ്റിക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ഫാഷനൊന്നും അങ്ങനെ പോവില്ല, എപ്പോഴും ഇന്നായി നിൽക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ നാരായൺപേട്ടിൻ്റെയൊക്കെ ഒരു സാരി നമ്മുടെ കയ്യിൽ കോട്ടൺ ലവേഴ്സിന് അത്ര ഇഷ്ടമുള്ളതാണ്, ഉണ്ടായാൽ നല്ലതാണ്. വിത്ത് ടാസിൽ. പല്ലു ഇങ്ങനെ വരിക, ആൻഡ് ബ്ലൗസ് ഇതേപോലെ വിത്ത് ബോർഡറാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്പർ 3. അടുത്തത് നമ്പർ 4 ആണ്. ബ്ലാക്ക് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ്. ഇങ്ങനെയാണ് വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക്. അതിൽ കണ്ടോ, കുഞ്ഞ് ബോർഡറാണ്, അടിപൊളിയായിട്ടുള്ള ബോർഡർ. നമ്പർ 4 ആണ് കേട്ടോ.
ഇതിനൊരു കുഞ്ഞൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ ഒരു ജുംക്ക കൊടുത്താലും മാത്രം മതി. സൂപ്പർബാണ്. ഓഫീസ് വെയർ ആയിട്ടും അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പല്ലു കണ്ടോ, പല്ലു ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ടാസിൽ ഈ സാരിയിൽ നിന്ന് തന്നെയുള്ള ടാസിലാണ് കേട്ടോ. പ്യുവർ കോട്ടണിലാണ് വരുന്നത്. ബ്ലൗസ് ഇതിൻ്റെ അടിയിൽ ആ പല്ലു വരുന്നുണ്ട്. ഈ സാരിയുടെ അതേ റണ്ണിങ് ബ്ലൗസ് പീസാണ്. റേറ്റ് 1250. ഉണ്ടോ, ഇങ്ങനെ ലേസി പ്ലീറ്റ്സൊക്കെ എടുത്തിട്ടാലും സൂപ്പർബായിരിക്കും. ഈ ഒരു റെഡിഷ് മെറൂൺ കളർ ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിലും സൂപ്പർബായിരിക്കും. വെട്ട് സാരീസിൽ ഇതേപോലത്തെ കളേഴ്സ് ഭയങ്കര ഭംഗിയാണ്. ബ്ലൂ, ബ്ലാക്ക്, മെറൂൺ, ഗ്രീൻ, വയലറ്റ് ഒക്കെ നല്ല ഭംഗിയാട്ടോ. ഇതാ കണ്ടോ, ഗ്രീൻ മേഴ്സറൈസ്ഡ് കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റാണ് നമുക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്പർ 5 ഇങ്ങനെയാണ് ബോർഡേഴ്സ് വരിക. പല്ലു ഇങ്ങനെയാട്ടോ. ഇതിന് ടാസിൽ ചെയ്തിട്ടില്ല. ടാസിൽ ചെയ്യാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ കൊടുത്ത് അത് ഭംഗിയായിട്ട് ടാസിൽ ചെയ്യും. ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 5 ആണ്. പല്ലു ഇതേപോലെ ടാസിൽ ചെയ്യാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് റണ്ണിങ് ഈ സെയിം തന്നെ. റേറ്റ് വരുന്നത് 1250. അടുത്തതാ ഇതേപോലെ ഒരു പീക്കോ ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. ഭയങ്കര ഭംഗിയാട്ടോ ഈ ഒരു കളറ്. ഇനി മുതൽ അങ്ങോട്ടുള്ളത് ഇത്തിരി ബ്രോഡ് ബോർഡറാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഡിഫറെൻ്റ് ആണ്. 1350 ആണ് കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതൊട്ടും സ്റ്റാർച്ചില്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മേഴ്സറൈസ്ഡ് കോട്ടൺ നാരായൺപേട്ട് സാരിയാണ്. കണ്ടോ, ആ ഒരു ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്ക് വേണം എന്നുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡറാണ്. ആ ഒരു വീവിങ് പാറ്റേൺ കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. കുഞ്ഞ് ടെമ്പിളൊക്കെ കൊടുത്തിട്ട് ബോഡി കളറും വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി കാണുന്നുണ്ടോ എന്നറിയില്ല. ആ ഒരു പീക്കോക്ക് ഗ്രീൻ ബ്ലൂ ആ ഒരു കളറാണ്. ഞാൻ ഈ ഒരു കളറ് ഇത്തിരി ഡിഫറെൻറ്റ് ബോർഡർ ആയിട്ടുള്ളത് ഈ സാരി വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരി ഉടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി ഇപ്പോഴും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാതിരുന്നത്. ഭയങ്കര ഭംഗിയാണ് ഈ കളറ്. ഈ കളറല്ല, ഈ സാരിയിലെ ഓരോ കളറും. പല്ലു കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പം മേക്കിംഗ് കഴിഞ്ഞ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ചിലതിൻ്റെ ടാസിൽസ് കെട്ടിയിട്ടില്ല. പക്ഷേ ആ ഏരിയ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജസ്റ്റിന് കെട്ടിയെടുക്കുക വേണ്ടു കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ കൊടുത്താൽ അടിപൊളിയായിട്ട് കെട്ടിത്തരും നമുക്ക് ടാസിൽ. ഇതേപോലെ ബ്യൂട്ടിഫുൾ സാരി 1350 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു രക്ഷയില്ല, ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്കിൽ ഇതേപോലെ ബോർഡർ. ഇതൊന്നും നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു കോമ്പിനേഷനല്ല. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക. നമ്പർ 7. ആദ്യമായിട്ട് കാണുന്നവരും പർച്ചേസ് ചെയ്യുന്നവരോടായിട്ടാണ് പറയുന്നത്, നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് വേഗം അവൈലബിലിറ്റി പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി പറയൽ ലേറ്റ് ആവും. കാരണം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇതേപോലെ ബോർഡേഴ്സ് വരിക. ഭയങ്കര ഭംഗിയാണ്. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പല്ലു ഇതേപോലെ കേട്ടോ. ബ്ലൗസ് ഇതേപോലെ റണ്ണിങ് ആയിട്ടാണ് വരിക. അത് സ്ലീവ്സിൽ ഈ ഒരു ബോർഡേഴ്സൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ സാരി, വളരെ ഭംഗിയായിട്ട് ഒതുങ്ങി കിടക്കും. ഉടുത്ത പോലെ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് കേട്ടോ. റേറ്റ് 1350. അടുത്തതാ ഇതേപോലെയാണ്. നല്ല ബ്രോഡായിട്ടുള്ള ബോർഡറാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇത് വെയർ ചെയ്ത് വരുമ്പോഴും നമ്മൾ ആദ്യം വിചാരിക്കും ബ്രോഡ് ബോർഡർ എങ്ങനെ ഉണ്ടാവുന്നു. പക്ഷേ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു എലിഫൻറ്റ് പാറ്റേൺ, പീക്കോക്ക് പാറ്റേൺ, പിന്നെ ഈ ഒരു ഡിസൈനൊക്കെ വരിക. ഈ ഒരു ബോർഡറുള്ള സാരിയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു പീക്കോക്ക് കളറ് മാറ്റി വെച്ചത്. നല്ല ഭംഗിയാട്ടോ അത്. ബ്ലൗസിൽ ആ സ്ലീവ്സിലൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതേപോലെ സാരി വരിക. ഇതൊരു പർപ്പിളിഷ് ടോണാണ്. ഡബിൾ ഷെയ്ഡ് പോലെ വരും. അതിൽ അപ്പർ ബോർഡറിൽ പീക്കോക്കും എലിഫൻറ്റും കുഞ്ഞൊരു ടെമ്പിളും വരുന്ന കുഞ്ഞു ബോർഡറാണ്. ലോവർ ബോർഡർ കണ്ടോ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, അത് നമ്മൾ പ്ലീറ്റ്സൊക്കെ എടുത്തു വരുമ്പോൾ അടിപൊളിയാണ്. നല്ല ഭംഗിയാണ്. ഒരു പ്രൗഢി തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ. ഒരു എന്താ പറയുക, നാരായൺപേട്ട് കോട്ടൺ സാരി. പല്ലു ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് ഇതേപോലെ റണ്ണിങ് ആയിട്ടാണ് വരിക കേട്ടോ. 1350.
ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ബോർഡർ വരുന്നത്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല സോഫ്റ്റ് മെഴ്സറൈസ്ഡ് കോട്ടൺ ആണ്. അടുത്തത് നമ്പർ 9 ആണ്. നല്ലൊരു ബ്ലൂ ആണ്. ഇതിൽ ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡാട്ടാ. നേരത്തെ കണ്ട അതേ പാറ്റേൺ ആണ് ബോർഡർ പാറ്റേൺ വരുന്നത്. കണ്ടോ, ആ ഒരു കളർ കോമ്പിനേഷൻ മാത്രമാണ് ഡിഫറെൻറ്റ്. ഇവിടെ നല്ല ബ്ലൂ, ഇതേപോലെ ബോർഡേഴ്സ്, സൈഡിൽ കുഞ്ഞൊരു റിബൺ ബോർഡർ പോലെ. അതൊരു പ്രത്യേക ഭംഗിയെ സാരിക്ക് കൊടുക്കുന്നത്. ഒരു ബ്രിക്ക് മെറൂൺ ആ ഒരു ഷെയ്ഡ്. പല്ലു ഇങ്ങനെ വരും കേട്ടോ. ബ്ലൗസ് റണ്ണിങ് ആണ്. നമ്പർ 9. അടുത്തതാ നമ്പർ 10. ഞാൻ നേരത്തെ ഒരു കളർ പറഞ്ഞില്ലേ, ഒരു പീകോക്ക് ബ്ലൂ ആൻഡ് ഗ്രീൻ മിക്സ് കോമ്പിനേഷൻ. ആ ഒരു കളറാണ്. ഇങ്ങനെ വരും കേട്ടോ. ഡബിൾ ഷെയ്ഡായിട്ടാണ് വരിക. ചിലപ്പോൾ ഗ്രീനാന്ന് തോന്നും, ചിലപ്പോൾ ഒരു പീകോക്ക് ബ്ലൂ ആ തോന്നും. അങ്ങനെ കണ്ടോ, നല്ല ഭംഗിയാണ്. കുഞ്ഞ് പ്ലീറ്റ്സൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡർ മാത്രം ഞൊറിയായിട്ട് വരുന്ന രീതിയിലൊക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്പർ 10. പല്ലു ഇതേപോലെ, ബ്ലൗസ് റണ്ണിങ് ആണ് കേട്ടോ. സ്ലീവ്സിൽ ഈ ഒരു ബ്രോഡ് ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു ബോർഡർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. 1350. അടുത്തത് നമ്പർ 11 ആണ്. 11 ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ നേരത്തെ നമ്മൾ സ്മോൾ ബോർഡർ ഉള്ളതും കണ്ടിരുന്നു. ഇപ്പോൾ ദാ ബിഗ് ബോർഡർ. കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ സാരീസ് ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ഇത് അടിപൊളിയായിട്ട് സ്റ്റൈൽ ഇത് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പർബാണ് കേട്ടോ. ഇതേപോലെ ബ്ലാക്കിൽ ഇവിടെ ഒരു റെഡിഷ് മെറൂൺ കളർ ബോർഡർ വരുന്നുണ്ട്. പ്ലെയിൻ ബ്ലാക്ക്, ആ ഒരു ബോർഡറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പല്ലു ഇതേപോലെ, ബ്ലൗസ് ഇങ്ങനെ വരും. സ്ലീവ്സിലും കൂടെ ഇത് കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. 1350. അടുത്തത് നമ്പർ 12 ആണ്. ഇതും ഒരു ഡബിൾ ഷെയ്ഡാണ്. ബോർഡേഴ്സ് വരുന്നത് ആ ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡും കണ്ടോ, ഒരു ബ്രൗണും ബ്ലൂവും കൂടെ മിക്സായ പോലെയാണ് ബോഡി പോർഷൻ. ഒരു സ്പെഷ്യൽ കളറ്, വളരെ റെയറാണ്, നമ്മൾ കാണാത്തൊരു കളറാണ്. എടുത്തു വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയുമാണ്. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓണമൊക്കെ എവിടെ വരെ എത്തി എല്ലാവരുടെയും. ദാ നമ്പർ 12 ആണ്. നമ്മൾ എല്ലാ സാരീസും നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഡെസ്പാച്ച് ചെയ്യും. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ നിങ്ങളുടെ അടുത്ത് എത്താമെന്നറിയില്ല, എന്നാൽ നിങ്ങളുടെ അടുത്ത് പാഴ്സൽ എത്താമെന്നറിയില്ല. നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഏതാണോ അതിൽ ഡെസ്പാച്ച് ചെയ്യും. ചിലപ്പോൾ പോസ്റ്റൽ ഹോളിഡേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഉറപ്പ് തരാൻ പറ്റും. നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഡെസ്പാച്ച് ചെയ്യും. ഇതാണ് പല്ലു വിത്ത് ടാസിൽ. ബ്ലൗസ് റണ്ണിങ് തന്നെയാണ് കേട്ടോ. നമ്പർ 12. അടുത്ത നമ്പർ 13 ആണ്. ഒരു ബ്രൗൺ മെറൂൺ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അത് ഈ ഒരു നാരായൺപേട്ടിൻ്റെ കോട്ടൺ മെറ്റീരിയലിലും കൂടെ വരുമ്പോൾ ഈ കളറിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. വിത്ത് ഈ ഒരു ഗ്രീൻ ബോർഡർ. ബ്യൂട്ടിഫുൾ സാരി കണ്ടോ. നമ്പർ 13. അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യുക കേട്ടോ. പല്ലു ഇങ്ങനെ, ബ്ലൗസ് ഇതേപോലെ. നമ്പർ 13. 1350. അടുത്തതാ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതേപോലെ വരും. ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ് ബോർഡർ വരിക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്തിരി ബ്രൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. നമ്പർ 14. പല്ലു ഇങ്ങനെ, ബ്ലൗസ് റണ്ണിങ് ആയിട്ട് വരും. റേറ്റ് സെയിം ആണ്, 1350. അടുത്ത നമ്പർ 15. നല്ലൊരു ഗ്രീനാണ്. ഗ്രീൻ വിത്ത് ഒരു ഡാർക്ക് ഗ്രീനാണോ ബ്ലാക്ക് ആണോ എന്ന് തോന്നിക്കുന്ന ബോർഡർ കണ്ടോ. ഇങ്ങനെയാട്ടോ വരിക. നല്ലൊരു ഗ്രീനാണേ. ഒരു മേഴ്സറൈസ്ഡ് കോട്ടണിലും കൂടെ വരുമ്പോൾ സൂപ്പർബാണ്. ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള പീക്കോക്കും
എലിഫൻറ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വീവിങ്ങിൽ വരുന്നത്. പല്ലു ഇതേപോലെ, ബ്ലൗസ് ഇതേപോലെ. റേറ്റ് 1350. അടുത്തതാ ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്, ഒരു സീ ബ്ലൂ അങ്ങനത്തെ ഒരു കളറ് വിത്ത് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ. എപ്പോഴും ഡാർക്ക് കളേഴ്സ് കൊണ്ടുവരുമ്പോൾ ലൈറ്റ് ഷെയ്ഡും ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ്. ഇതും റെയറായിട്ടുള്ളൊരു ഷെയ്ഡാണ്, നമുക്ക് ഈ നാരായണപേട്ടിൽ അധികം കിട്ടാത്ത ഒരു കളറാണ്. ഇങ്ങനെയാണ് വരിക. ബോർഡേഴ്സൊക്കെ ഇതൊരു ഗ്രീനിഷ് ടോണാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡറാണ്. റേറ്റ് 1350. അടുത്തത് നല്ലൊരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ്, അതിന് ബ്ലാക്കാണ് ബോർഡർ. ഇതേപോലെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്, ബോർഡേഴ്സ് ബ്ലാക്കാണ്. ആ ബ്ലാക്കിൽ ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ത്രെഡ് വീവിങ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പല്ലു ഇതേപോലെ ആൻഡ് ബ്ലൗസ്. റേറ്റ് വരുന്നത് 1350. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ നാരായൺപേട്ട് സാരീസിൻ്റെ കളക്ഷൻ വരുന്നത്. ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. കൂടുതൽ ഭംഗിയുള്ള കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.